ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. ഇനി 2 മാസക്കാലത്തോളം T20 ക്രിക്കറ്റിന്റെ ആവേശത്തിലാകും രാജ്യം. ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരുങ്ങുമ്പോൾ പക്ഷേ കൊൽക്കത്തയിൽ മഴ ഭീഷണിയുണ്ട്. ഇതോടുകൂടി ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തിന്റെ ആഘോഷങ്ങൾ നിലയ്ക്ക് മുൻപിതാ വീണ്ടും ക്രിക്കറ്റ് ലഹരിയിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്. 2 ഗ്രൂപ്പുകളിലുമായി ആകെ 10 ടീമുകളാണ് മാറ്റിയുരയ്ക്കുന്നത്. നമുക്ക് ഇരുവശങ്ങളിലുമായി ആ 10 ടീമുകളെ നമുക്ക് കാണാം. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ്, ലക്നൗ സൂപ്പർ ജയൻസ്, മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്. 2 ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പോയിന്റ് പട്ടികയിലെത്തുമ്പോൾ ഗ്രൂപ്പിന് വലിയ പ്രസക്തിയില്ല. സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് ഓരോ ടീമിനും 8 മത്സരം, അതായത് ഹോം ആൻഡ് എവേ പോരാട്ടങ്ങൾ. 2ാം ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു ടീമുമായി മാത്രം 2 മത്സരങ്ങൾ. ബാക്കിയുള്ള 4 ടീമുകളുമായും ഓരോ മത്സരം വീതം. അതായത് ഓരോ ടീമിനും ആകെയുള്ളത് 14 മത്സരങ്ങൾ. പ്ലേ ഓഫ് മത്സരങ്ങൾ തുടങ്ങുന്നത് മെയ് മാസം 20-നാണ്. രാജ്യത്തുടനീളമായി 13 വേദികളിലാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത്. 6ാം തവണ ചാമ്പ്യന്മാരായി കിരീട നേട്ടത്തിൽ മുന്നിലെത്താനാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇത്തവണ ഒരുങ്ങിയിറങ്ങുന്നത്. കിരീടം നിലനിർത്താവുന്ന 3ാം ടീമായി മാറാനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വരവ്. കഴിഞ്ഞ സീസണിൽ അമ്പരിപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് നഷ്ടമായ കിരീടം വീണ്ടെടുക്കാനാണ് ഇക്കുറി എത്തുന്നത്. 2ാം കിരീടത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ലക്ഷ്യം. ഇന്നേ വരെ കിരീടം നേടാനാവാത്തതിന്റെ നാണക്കേട് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസും ഉള്ളത്, ഒപ്പം പഞ്ചാബ് കിങ്സും. അപ്പോൾ ഇനി വെടിക്കെട്ട് ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മധുര 18ാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്.